തൃശൂർ മേയറാക്കാൻ DCC പ്രസിഡന്റ് പണം ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിൽ ലാലി ജെയിംസിനെതിരെ പാർട്ടി നടപടി. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. KPCCയുടേതാണ് നടപടി. നടരാജ് പരശുറാം ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. നടരാജ്, എന്താണ് ഈ വാർത്തയിലെ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയാണ് ഗുരുതരമായ ആരോപണവുമായി തൃശൂരിലെ കോൺഗ്രസ് കൗൺസിലറായ ലാലി ജെയിംസ് രംഗത്തെത്തിയത്. ലാലി ജെയിംസ് മേയറാവുമെന്ന് കരുതപ്പെട്ടിരുന്ന ആളാണ്. പക്ഷേ ലാലി ജെയിംസിനല്ല കോൺഗ്രസ് മേയർ സ്ഥാനം നൽകിയത്. നിജി ജസ്റ്റിനെയാണ് കോൺഗ്രസ് മേയറാക്കിയത്. ഇതിന് പിന്നാലെ തന്റെ അതൃപ്തി തുറന്നു പറഞ്ഞ ലാലി ജെയിംസ് ജില്ലാ പ്രസിഡന്റായ DCC പ്രസിഡന്റായ ജോസഫ് സാജറ്റ് തന്റെ മേയർ സ്ഥാനം നൽകാൻ പണം ആവശ്യപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം പണം ആവശ്യപ്പെട്ടത് എന്നും ലാലി ജെയിംസ് ആരോപിച്ചിരുന്നു. ഇത് വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു UDFനെയും അതുപോലെ തന്നെ DCCയെയും. ഇതിനെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിങ്കര സനലാണ് അല്പസമയം മുമ്പ് ലാലി ജെയിംസിനെ KPCC പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചിട്ടുള്ളത്. അതായത് ഇതിൽ പറയുന്നത് പ്രകാരമാണ് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറും മഹിളാ കോൺഗ്രസ് നേതാവുമായ ശ്രീമതി ലാലി ജെയിംസിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നു എന്നാണ് ഈ അറിയിപ്പിൽ പറയുന്നത്. അതായത് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി KPCC പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഈ അറിയിപ്പാണ് പാർട്ടി ജനറൽ സെക്രട്ടറി നെയ്യാറ്റിങ്കര സനലിന്റെ പേരിൽ ഇപ്പോൾ KPCCയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തൃശൂർ കോൺഗ്രസിലെ മുതിർന്ന കൗൺസിലറാണ് ലാലി ജെയിംസ്. 4ാം തവണയാണ് അവർ ഇത്തവണ കോർപ്പറേഷൻ കൗൺസിലിലേക്ക് ജയിച്ച് കയറിയത്. അവർ മേയറാകുമെന്ന് വളരെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ്. പക്ഷേ കിഴക്കുംപാട്ടുകരിൽ നിന്നും ആദ്യമായി മത്സരിച്ച് ജയിച്ച ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഇന്ന് മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് മത്സരിപ്പിച്ചതും അവർ ജയിക്കുകയും ചെയ്തു. സ്വാഭാവികമായും കടുത്ത അതൃപ്തിയിലായിരുന്നു ലാലി ജെയിംസ്. രാവിലെ മീഡിയാവണിനോട് സംസാരിക്കുമ്പോഴാണ് അവർ പൊട്ടിത്തെറിച്ചത്. DCC പ്രസിഡന്റ് കോഴ ആവശ്യപ്പെട്ടു എന്നുള്ള ഗുരുതര ആരോപണം കോൺഗ്രസിന് വലിയ രീതിയിൽ ഉലച്ചിരുന്നു. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവായിരുന്ന രാജൻ പലനെതിരെയും ആരോപണങ്ങൾ അവർ കടുപ്പിച്ചു. തന്നെ അച്ചടക്കം പഠിപ്പിക്കേണ്ട എന്നാണ് അവർ കോർപ്പറേഷനിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് തന്നെ പാർട്ടി അച്ചടക്കം പഠിപ്പിക്കുകയാണെങ്കിൽ അച്ചടക്കം തിരിച്ചു പഠിപ്പിക്കുമെന്നാണ് ലാലി ജെയിംസ് പറഞ്ഞിരുന്നത്. അതിനൊക്കെ കൂടി ഈ സാഹചര്യങ്ങളൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം KPCC പ്രസിഡന്റ് അല്പസമയം മുമ്പ് ലാലി ജെയിംസിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന് ഇതൊരു വലിയ തലവേദനയായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഏറെക്കാലത്തിന് ശേഷം ജില്ലയിൽ കോർപ്പറേഷൻ ഭരണം ഏറ്റെടുത്ത കോൺഗ്രസ് അതൊരു സ്മൂത്തായ തുടക്കം ആഗ്രഹിച്ചാണ് ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. സ്മൂത്തായ തുടക്കം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ലാലി ജെയിംസ് പൊട്ടിത്തെറിച്ചതോടെ മൊത്തത്തിൽ കോൺഗ്രസിന്റെ നേട്ടത്തിന്റെ ശോഭ കെടുത്തുന്നതായി ഇന്ന് രാവിലെ ഉണ്ടായ ലാലി ജെയിംസിന്റെ ആരോപണങ്ങളും തുറന്നു പറച്ചിലും. അത് ഇന്ന് വൈകിട്ടോടുകൂടി KPCC അവരെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിയിൽ എത്തി നിൽക്കുമ്പോൾ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നാളെ ലാലി ജെയിംസ് ഏത് തരത്തിലാണ് ഇതിനോട് പ്രതികരിക്കുക എന്നാണ് അറിയേണ്ടത്. തന്നെ അച്ചടക്കം പഠിപ്പിക്കാൻ വന്നാൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്നൊരു വലിയ മുന്നറിയിപ്പ് അവർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ലാലി ജെയിംസ് മുതിരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. നടരാജ്, മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. രാവിലെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ KC വേണുഗോപാലിന്റെ അടക്കം പേര് പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് KC വേണുഗോപാൽ ഗ്രൂപ്പാണ് എന്ന് അവർ ആരോപിച്ചിരുന്നു. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ചില 4 പേർ ചേർന്നാണ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്നും 4 പേരല്ല പാർട്ടി എന്നും അവർ തുറന്നു പറഞ്ഞു. അവർ ലക്ഷ്യം വെച്ചത് DCC പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് സാജറ്റ്, അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് ആയിരുന്ന വിൻസെന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ്. ഇവർ പലപ്പോഴും യോഗം ചേരുന്നത് നിജി ജസ്റ്റിന്റെ വീട്ടിലാണ് എന്ന തരത്തിൽ ആരോപണമുണ്ടായി. അവിടെ തീർന്നില്ല. പണമാരോപണം DCC പ്രസിഡന്റിന് നേരെ മാത്രമല്ല അവർ ഉന്നയിച്ചത്. അതിനുശേഷം നിജി ജസ്റ്റിനും ഭർത്താവും വ്യക്തികളുമായി പല സ്ഥലത്ത് ഇത്തരത്തിൽ സ്ഥാനം നേടാനായി പോകുന്നതായി താൻ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് വഴി മേയർ സ്ഥാനം പണത്തിന് വിറ്റു എന്ന് അടിവരയിട്ട് പറയുകയായിരുന്നു ലാലി ജെയിംസ്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ CPM ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. CPM
കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ശക്തമായി മുന്നോട്ട് വരികയും ഒരു പ്രതീക്ഷയും കോൺഗ്രസിന്റെ ഭരണസമിതിയിൽ തങ്ങൾക്കില്ല എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല, ആലപ്പുഴയിൽ നിന്നും DCC പ്രസിഡന്റിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി പോകുന്ന സ്ഥിതിയുണ്ടായി. സ്വാഭാവികമായിട്ടും ഈ പരാതി പരിഗണിക്കപ്പെടുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളും മറ്റും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഈ നടപടിയിലേക്ക് വഴിതെളിച്ചത് ലാലിയുടെ വാക്കുകളാണ് എന്ന് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തി. അടുത്ത അച്ചടക്ക ലംഘനമാണ് ഇത് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് KPCC പ്രസിഡന്റ് സസ്പെൻഷൻ അറിയിപ്പ് അല്പസമയം മുമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും സമീപകാലത്ത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസിന് ഈ ലാലി ജെയിംസിന്റെ വാക്കുകളും തുടർന്നുള്ള സസ്പെൻഷനും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. കാരണം ഒരു സ്ത്രീ, അതും വർഷങ്ങളായി കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്ന സ്ത്രീ മേയറാക്കാമെന്ന് ഉയർത്തിക്കാട്ടിയിരുന്ന മുഖം, സമരരംഗത്ത് കോൺഗ്രസിന്റെ പരിചിത മുഖം, ശക്തമായ പോരാട്ടത്തിന്റെ മുഖമായ ഒരു സ്ത്രീ, അവർ പാർട്ടിക്കെതിരെ വരികയും വെളിപ്പെടുത്തൽ നടത്തുമെന്ന് പറയുകയും ചെയ്യുന്നു. അവർ കൂടുതൽ എന്ത് വെളിപ്പെടുത്തൽ ഇനി നടത്തും എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു തലവേദനയായി വരും ദിവസങ്ങളിൽ ഈ വിഷയം കോൺഗ്രസിന് വരും. മാത്രമല്ല, ഇതിന്റെ തുടർ ചലനങ്ങളും അനുരണനങ്ങളും എന്തായിരിക്കുമെന്നും അറിയേണ്ടതുണ്ട്. ഏത് രീതിയിലായിരിക്കും ലാലി ജെയിംസ് പ്രതികരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം രാജൻ പല്ലന് നേരെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, KC വേണുഗോപാലിനെതിരെ ഉണ്ടായിരുന്നു. നടപടി എടുക്കുകയാണെങ്കിൽ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തും എന്നുള്ളതായിരുന്നു ലാലി ജെയിംസ് പറഞ്ഞിരുന്നത്. നടരാജ്, അങ്ങനെ തന്നെയാണ്. ലാലി ജെയിംസിന് ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. വളരെ പൊട്ടിത്തെറിച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരി കൂടിയാണ് ലാലി ജെയിംസ്. വൈകാരികമായിട്ട് അവർ പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. സമരരംഗങ്ങളിലും അവർ ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും കോൺഗ്രസിന്റെ സമരങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടത്. ലാലി ജെയിംസിന്റെ വൈകാരികമായ ഒരു പ്രതികരണങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ സമരരംഗത്ത് കോൺഗ്രസിനൊരു മേൽക്കൈ നേടിക്കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും കോർപ്പറേഷൻ റോഡിൽ അപകടം നടന്ന ഒരു യുവാവും അമ്മയും ഒക്കെ തന്നെ മരിച്ച സംഭവത്തിൽ ലാലി ജെയിംസ് വളരെ റോഡിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിച്ചതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ സമര രംഗങ്ങളിൽ ശക്തയായി പ്രതികരിക്കുന്ന സ്ത്രീയാണ് ലാലി ജെയിംസ് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ നടപടി വന്ന സ്ഥിതിക്ക് ലാലി എങ്ങനെ പ്രതികരിക്കും എന്ന് കാത്തിരുന്നു തന്നെ കാരണം ജോസഫ് താജറ്റിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായേക്കാം. മുതിർന്ന മറ്റ് നേതാക്കൾക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ വന്നേക്കാം, കൂടുതൽ തെളിവുകളും വന്നേക്കാം. എന്തായാലും എന്താണ് ഇനി ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണും.